ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇപ്പോൾ മത്സരിക്കുകയാണ് അവിടെ ഇസ്രായേലും യു എസിന്റെ ഭാഗത്തു നിന്നും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ അവർ പറയുന്ന നിലപാടിൽ നിന്നും പിന്മാറിയിട്ടില്ല, ഒരടി പിന്നോട്ടേക്കില്ല എന്ന നയമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഖൊമേനിയെ വധിച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്നതാണ് അവർ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങൾ അല്ല, ഈ യുദ്ധത്തിൻ്റെയും എല്ലാം തന്നെ ക്രെഡിറ്റ് അത് ഏറ്റെടുക്കാൻ ഞങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന ഒരു പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ പല യുദ്ധങ്ങളുടെയും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ട്രംപ് വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നതായും നമുക്ക് പല അവസരങ്ങളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് കാത്തിരിക്കാൻ, അല്ലെങ്കിൽ ഇത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ട സംഭവം US ഭരണകൂടത്തിൽ നിന്നും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഖൊമേനിയെ വധിച്ചത് ഇസ്രായേൽ മാത്രമാണ് എന്നും അമേരിക്കൻ സൈന്യത്തിന് അതിൽ പങ്കില്ല എന്നതുമാണ് പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ് കോൾബി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ താൻ ഖൊമേനിയെ തീർത്തു എന്നതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമായി തന്നെ മാറുകയാണ്. പിന്നെ എന്തിനാണ് ഇറാൻ ഇത്രയധികം രീതിയിൽ US ആർമി ബേസുകളെ ലക്ഷ്യമാക്കി തന്നെ ആക്രമണം നടത്തുന്നതെന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജൊനാഥൻ കോളിനോട് ഫോണിലൂടെ സംസാരിക്കവെയാണ് ട്രംപ് തന്റെ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അവർ തന്നെ കൊല്ലാൻ 2 തവണ ശ്രമിച്ചു, പക്ഷേ അവൻ എന്നെ പിടിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ അവനെ പിടിച്ചു എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. 2024 തനിക്കെതിരെ ഇറാൻ ആസൂത്രണം ചെയ്ത വധശ്രമത്തിനുള്ള മറുപടിയായിട്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സെനറ്റ് കമ്മിറ്റിയെ മുൻപാകെ തന്നെ മൊഴി നൽകിയ പെന്റഗൺ ചീഫാകട്ടെ ഖൊമേനിയുടെ വധം ഇസ്രായേലിന്റെ മാത്രം ഓപ്പറേഷനാണ് എന്നും ഭരണകൂട മാറ്റമാകട്ടെ അമേരിക്കയുടെ ലക്ഷ്യമല്ല എന്നും അവർ ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തന്നെ നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാന്റെ സൈനിക ശേഷി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു ഇറാഖ് യുദ്ധമല്ല, അവസാനമില്ലാത്ത ഒരു യാത്രക്കാരൻ ഞങ്ങൾ, അതായത് ഇതിനകത്തൊരു യുദ്ധം നടത്താനായി തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ തകർക്കു മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നതാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ ഖൊമേനി ഉൾപ്പെടെ തന്നെ 700ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇതിന് പിന്നാലെ തന്നെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ദുബായ്, അബുദാബി, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് മേഖലകളിൽ മിസൈലുകൾ പതിച്ചതായും വലിയ രീതിയിലുള്ള ആക്രമണം നടന്നതായും ഇവിടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ആണവ കരാർ ചർച്ചകൾ പരാജയപ്പെട്ടതും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിച്ചതെന്നതുമാണ് പെട്ടെന്നുള്ള സൈനിക നടപടിക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കത്തിന് കാരണമായതെന്നതാണ് വിലയിരുത്തപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.